നമസ്കാരം. ഞാൻ ശശികുമാർ തിരുമുല്ലവാരം. ഇതെൻ്റെ 223-ാമത്തെ എപ്പിസോഡാണ്. ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കവിത, ഒരു ഇംഗ്ലീഷ് കവിതയാണ്. ഞാൻ നേരത്തെ 25 കൂടുതൽ ഇംഗ്ലീഷ് കവിത നേരത്തെ എഴുതിയിരുന്നു. അതിൻ്റെ പഴയ എപ്പിസോഡിലൊക്കെ അത് അന്വേഷിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. അപ്പോൾ ഈ എപ്പിസോഡിൽ ഞാൻ ശ്രീബുദ്ധനെ പറ്റിയുള്ള ഒരു കവിതയാണ്, ഇംഗ്ലീഷ് കവിതയാണ് ഞാൻ പിന്നെ ഉദ്ദേശിച്ചിരിക്കുന്നത് പറയാനായിട്ട്. എൻ്റെ ഇപ്പോൾ കവിത ആയതുകൊണ്ട് അതിന് പ്രത്യേകിച്ച് സംഗീതമൊന്നും വേണ്ടല്ലോ, ഞാൻ തന്നെ കവിത ചൊല്ലാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹെഡിങ് ടൈറ്റിൽ ഇതാണ്: ദി എൻലൈറ്റഡ് ജീനിയസ് ഗൗതമ ബുദ്ധാസ് ലാസ്റ്റ് വേർഡ്സ്. ദി എൻലൈറ്റഡ് ജീനിയസ് ഗൗതമ ബുദ്ധാസ് ലാസ്റ്റ് വേർഡ്സ്. അതായത് ശ്രീബുദ്ധൻ്റെ 80-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുന്ന ആ സമയത്തുള്ള അവസാന വാക്കുകൾ എന്താണെന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ഈ കവിത രൂപത്തിൽ എഴുതുന്നത്. ഫ്രീ വേഴ്സ് ടൈപ്പാണ്, ഫ്രീ വേഴ്സ് ആയിട്ടുള്ള. ഇംഗ്ലീഷിൽ കവിത എഴുതാനുള്ള ഏറ്റവും എളുപ്പമാർഗ്ഗം അത് തന്നെയാണ്. നമ്മളൊക്കെ ഇംഗ്ലീഷുകാരൊന്നും അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടുള്ള മിക്കവാറും കവിതകളെല്ലാം കോട്ടയം ടൈപ്പിലും ഈ ഫ്രീ വേഴ്സിലൊക്കെ തന്നെയാണ്. ഈ ഫ്രീ വേഴ്സ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമായിട്ട് നമ്മുടെ ചിന്തകളൊക്കെ പങ്കുവയ്ക്കാൻ കഴിയും. കവിത ഇതാണ്: Below the Bodhi tree's sacred shade, Siddhartha Gautama's mind blossomed. For realizing the universal truth and end all pain of the born people, soon enlightenment dawned and he was reborn again as Buddha. With his wisdom's eyes, he saw the world in a new shape and in compassion. He guided the truth seekers through the darkest nights in this world. From Saranath's deer park to Rajagiri's hills, he walked the path. His message of peace and love inspired the masses with their hearts. Kuchinagar's fields, his final journey ends. On his Mahaparinirvana, his last words were as follows to his followers: Dharma is not stable, all is impermanent also. If birth there is, death will surely come. To attain moksha, caution must be won. His legacy now also remains as a shining beacon, always bright, guiding the people all over the world through their ഡാർക്ക്നെസ് ഓഫ് ലൈഫ്. ഇതാണ് കവിത. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.